ഹലോ ഗൈസ്, ഇന്നൊരു ചെറിയ പരിപാടിയായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. എന്താണ് പരിപാടി എന്നല്ലേ, നമ്മൾ രണ്ടും കൂടെ ഞങ്ങളുടെ ഡോറപ്പെണ്ണിനെ കുളിപ്പിക്കാൻ പോകണം. അതായത് ഡോറപ്പെണ്ണിൻ്റെ ഗ്രൂമിങ് ഡേ. ഡോറപ്പെണ്ണ് ആരാന്നല്ലേ, ഈ പുറകിൽ ഒളിഞ്ഞിരുന്ന് പുറത്തേക്കുള്ള കാഴ്ചയും കണ്ടിരിക്കുന്നത് ഞങ്ങളുടെ സുന്ദരി കുട്ടിയാണ് ഡോറപ്പെണ്ണ്. അപ്പോൾ ഇന്ന് ഡോറപ്പെണ്ണിൻ്റെ ഫസ്റ്റ് ഗ്രൂമിങ് ഡേ ആണ്. നീയൊക്കെ കൂടെ എന്നെ കളയാൻ കൊണ്ടുപോകാണോടാ എന്നുള്ള രീതിയിലാണ് ഡോറപ്പെണ്ണിൻ്റെ ഇരിപ്പ്. അങ്ങനെ നമ്മൾ പെറ്റ്സ് ഗ്രൂമിങ് സെൻറ്ററിലെത്തി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് പെറ്റ്സിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ്. പിന്നെ നമ്മൾ ഡോറപ്പെണ്ണിനെ അവിടെ അങ്ങ് നിർത്തി. അവളാണെങ്കിൽ ഭയങ്കര പേടിച്ച് എന്നെ എന്തോ കാണിക്കാൻ കൊണ്ടുവന്നാന്നുള്ള രീതിയിൽ ഡോറപ്പെണ്ണ് ഭയങ്കര പേടിച്ച് പാവത്താൻ്റെ കൂട്ടി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. വന്ന സമയത്ത് നല്ല സൈലൻ്റ് ആയിട്ടിരുന്ന ഡോറപ്പെണ്ണാണ് ഇപ്പോൾ ഇടയ്ക്കൊരു ഒച്ചയും ബഹളമൊക്കെ വെക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഗ്രൂമിങ് ആയതുകൊണ്ടും ആളെങ്ങനെ അടങ്ങി നിൽക്കുമോ എന്നൊന്നും നമുക്കറിയില്ല. ചേട്ടനാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് ബാത്തിങ് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് എന്തൊക്കെ ആവശ്യമെന്ന് നമ്മളും തിരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആവശ്യപ്പെട്ട നെയിൽ കട്ടിങ്ങും ഹെയർ കട്ടിങ്ങും ഇയർ ക്ലീനിങ് നമ്മൾ വന്നപാട് ചേട്ടൻ ഒരു ഫോം എടുത്ത് ഫില്ല് ചെയ്യാൻ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും നമ്മുടെ പെറ്റിൻ്റെ പേരും നമ്മുടെ പെറ്റ്സിന് വാക്സിനേറ്റഡ് ആണോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഏജ് കാര്യങ്ങൾ, ഏത് ബ്രീഡാണ്, മെയിലാണോ ഫീമെയിലാണോ, പിന്നെ നമ്മുടെ പെറ്റ്സിന് നമ്മൾ എന്ത് ഫുഡാണ് കൊടുക്കുന്നത്, നമ്മൾ അതിന് എന്തൊക്കെ സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നുണ്ട് എന്നീ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നേരെ ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ചെയ്യുന്നത് കോമ്പിങ് ആണ്. കോമ്പ് ചെയ്ത് ഡോറിൻ്റെ ദേഹത്തുള്ള ഡെഡ് ഹെയറുകളെല്ലാം റിമൂവ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാത്തിങ്ങിലേക്ക് പോകുന്നത്. അപ്പോൾ ആദ്യം കോമ്പ് ചെയ്ത് ഒരുപാടധികം തന്നെ കണ്ടിന്യൂ ഒരുപാട് ഡെഡ് ഹെയർ ഉണ്ടായിരുന്നു, അതെല്ലാം കോമ്പ് ചെയ്ത് കളഞ്ഞു. ഇവളുടെ ഏജ് വരുന്നത് 5 മന്താണ്. ബ്രീഡ് ഹസ്കിയാണ്. നോർമലി ഹസ്കി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും നമ്മുടെ വൈറ്റ് പ്ലസ് ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ഇവൾ എന്നേക്കാൾ കൂടുതൽ അറ്റാച്ച്മെൻറ്റ് ബേബിയായിട്ടാണ്. അതാണ് രണ്ടുപേരും നല്ല കളിയും ചിരിയായിട്ടിരിക്കുന്നത്. ഈ ഹസ്കി പോലത്തെ ബ്രീഡുകൾക്ക് നമ്മൾ എപ്പോഴും കൊടുക്കാൻ നല്ല ഫുഡ് എന്ന് പറയുന്നത് റോയൽ കനാലിൻ്റെ ഫുഡാണ്. അത് തന്നെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഹസ്കിക്ക് നല്ല ഹെയർ, നല്ല ഗ്രോത്ത് കാര്യങ്ങൾ, സൈസ് എല്ലാം വരും. അപ്പോൾ നമ്മൾ മെയിൻലി കൊടുക്കുന്നതും റോയൽ കനാലിൻ്റെ ആണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഡോറപ്പെണ്ണ് ബേബിക്കൊരു ഉമ്മയും കൊടുത്തു. ഡെഡ് ഹെയർ എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നേരെ ബാത്ത് ടബിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ബാത്തിങ് പരിപാടി അങ്ങ് തുടങ്ങി. നല്ല സുഖമുണ്ടെന്നുള്ള രീതിയിലാണ് ഡോറയുടെ നിപ്പ്. ബാത്തിങ്ങിൽ വരുന്നത് 3 ടൈപ്പ് ഓഫ് ഷാമ്പൂയിങ് ആണ്. അതിൽ ഫസ്റ്റ് ഷാമ്പൂയിങ് ആണ് ഇപ്പോൾ കഴിഞ്ഞത്. നമ്മളും ആദ്യമായിട്ടാണ് ഡോഗ്സിൻ്റെ ഗ്രൂമിങ് കാണുന്നത്. അപ്പോൾ ഈ ചേട്ടൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ടൈം എടുക്കും ഗ്രൂം ചെയ്ത് കഴിയാൻ. എന്നാലും നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു 1 hourൊക്കെയാണ്. പക്ഷേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 3 hours എടുത്തു. കുളിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇതിൽ ശരിക്കുള്ള സൈസ് നമുക്ക് മനസ്സിലായത്. ആ ഹെയർ എല്ലാം കൂടി ഒട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരീരം എന്ന് പറയുന്നത് ആകപ്പാട് ഇത്രയേ ഉള്ളൂ, ബാക്കി മൊത്തം ഹെയറാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ഡോറിക്ക് ഒരു ബെൽറ്റ് നോക്കാനായിട്ട് വന്നു. ഒരുപാടധികം കളക്ഷനുള്ള ബെൽറ്റുകൾ, പല ഡിസൈനിലും പല കളറിലും ഒരുപാട് ബെൽറ്റുകളുണ്ട്. ആ ഡോഗ്സിനും ക്യാറ്റ്സിനും എല്ലാം പറ്റിയ കുറേ ബെൽറ്റുകൾ, ഫുഡുകൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം നോക്കി കണ്ടു വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടൻ ഡ്രൈയിങ്ങിലേക്കുള്ള പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനാണ് പിടിച്ചു കൊടുക്കുന്നത്. ചേട്ടൻ കുറേ ടൈം എടുത്തിട്ടാണ് ഡ്രൈ ചെയ്തെടുത്തത്. കുറേ ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഇത്രയും കുളിപ്പിക്കുന്നേക്കാൾ കൂടുതൽ ടൈം എടുത്തിട്ടുണ്ട് ഡ്രൈ ചെയ്തെടുക്കാൻ. അതിൻ്റെ ഇടയ്ക്ക് പോയി ഞങ്ങളൊരു ചായയൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴാണെങ്കിലും ഡ്രൈയിങ് കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ അന്നേരവും കഴിഞ്ഞിട്ടില്ല. ഒരുപാട് ഹെയർ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ടൈം എടുത്ത് ആണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി പുള്ളിയുടെ വർക്കിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി നല്ല വൃത്തിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് പുള്ളിൻ്റെ വർക്ക് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ആളാണെങ്കിലും നല്ല കമ്പനി ആയിട്ടാണ് എല്ലാവരുടെ അടുത്ത് സംസാരിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും എല്ലാം അത്ര വൃത്തിക്കാണ് ചെയ്യുന്നത്. ഞങ്ങളതുകൊണ്ട് തന്നെ നല്ല സാറ്റിസ്ഫൈഡ് ആയിരുന്നു പുള്ളിൻ്റെ അടുത്ത് കൊണ്ട് നമ്മുടെ ഡോറപ്പെണ്ണിനെ ഗ്രൂം ചെയ്തതിൽ. അങ്ങനെ നമ്മുടെ ഡോറയുടെ ഗ്രൂമിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് നമുക്കിനി ഡോറയുടെ ഫൈനൽ ലുക്ക് കാണാം. ഇതാണ് ഫൈനൽ ലുക്ക്. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്ന ആളേ അല്ല ഇത്. ഇത്രയും ചെളിയും കാര്യങ്ങളും ഉണ്ടായിരുന്നത് നമുക്ക് തന്നെ ഇപ്പോഴാണ് മനസ്സിലായത്. അത്രയും അടിപൊളിയായിട്ടാണ് പുള്ളി നമുക്ക്
ഡോഗിനെ ഗ്രൂം ചെയ്ത് തന്നത്. ആരാ? അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇനി മുന്നോട്ട് ഒരുപാടധികം വീഡിയോസായിട്ട് ബേബിയും ഭാവിയും വരുന്നതായിരിക്കും. സോ ഗൈസ്, ഡു സപ്പോർട്ട്, ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് പ്ലീസ്. ബൈ ഗൈസ്.